നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സൃഷ്ടിയുടെ വൈവിധ്യത്തെക്കുറിച്ച്, ഓരോന്നിൻ്റെയും അനന്യതയെക്കുറിച്ച്? ഞാൻ ഈ പുഴുക്കളെക്കുറിച്ച് തന്നെ പറയാം. പേര് പുഴുവെന്ന് തന്നെ. പക്ഷെ എത്ര തരം പുഴുക്കളുണ്ട്? ഓരോന്നിൻ്റെയും കൂടുകൾ വ്യത്യസ്തം, രൂപങ്ങൾ വ്യത്യസ്തം, അവ വളർന്നാൽ ഉണ്ടാകുന്ന ശലഭങ്ങൾ വ്യത്യസ്തം, ഓരോന്നും തിന്നുന്ന ഇലകൾ വ്യത്യസ്തം. നിങ്ങൾക്കറിയോ, എല്ലാ പുഴുക്കളും ഒരേ ചെടിയുടെ ഇലകളല്ല തിന്നുന്നത്. ചില ചെടികളുടെ ഇലകൾ ചില പുഴുക്കളെ തിന്നൂ. ഇനി ഇവ ശലഭമായാൽ ചില പൂവുകളുടെ തേൻ ചില ചിത്രശലഭങ്ങളെ കുടിക്കൂ. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ചെടികൾ ആവശ്യമാണ്. അപ്പോൾ ചില ചെടികളുടെ കുറവോ സമ്പൂർണമായ നാശമോ ചില ചിത്രശലഭങ്ങളോ ചെറുജീവികളോ ഇല്ലാതാവാൻ കാരണമാവും. ഇനി ഇങ്ങനെ ചില ജീവികളുടെ നാശം ചില വിളകളുടെ പ്രത്യുൽപാദനത്തെ ബാധിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഒന്നിൻ്റെ നാശം ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ തന്നെ ബാധിക്കും. എല്ലാം പരസ്പര ബന്ധിതമാണ്. പലതരം രാസവളങ്ങളും കീടനാശിനികളും നമ്മളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാവുന്നില്ലേ? ഒരു പ്രദേശത്തെ കളകളെയും മരങ്ങളെയും ഉണക്കാനുള്ള മരുന്നുകൾ വരെ ഇന്ന് ലഭ്യമാണ്. ഒത്തിരി ചിന്തിച്ചാൽ ഇതിൽ നിന്നൊക്കെ എന്താണ് നേട്ടമെന്ന് വ്യക്തമായൊരു ഉത്തരം തരാൻ കഴിയുമോ? എല്ലാത്തിനെയും ഇല്ലാതാക്കി നമ്മൾ മനുഷ്യർ മാത്രമായി പ്രകൃതിയിൽ നിലനിൽക്കുമെന്ന് കരുതുന്നുണ്ടോ?